ഹലോ ഗൈസ്, മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മണി ബോക്സാണ് ഇന്നത്തെ നമ്മുടെ താരം. വുഡിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വേസ്റ്റാക്കി കളയുന്ന കാർഡ്ബോർഡ് ബോക്സും പിന്നെ അതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് കവർ ചെയ്യുന്ന പേപ്പർ റോളാണ് കേട്ടോ. ഇനി നമുക്ക് ക്യാഷ് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 1-2 രൂപയൊന്നുമല്ല, 1,00,000 റുപ്പീസാണ്. അപ്പോൾ എത്ര ദിവസം എടുക്കും അല്ലെങ്കിൽ എത്ര മാസങ്ങൾ എടുക്കും ഒന്നും അറിയില്ല. പക്ഷേ എന്താണെങ്കിലും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1,00,000 ആണ്. അപ്പോൾ ഇത് മക്കളുടെ വലിയൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഏതാ എന്നൊന്നും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. ഇൻഷാ അള്ളാ ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ, ക്യാഷ് ഫുള്ളായിട്ടിട്ട് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ക്യാഷ് സേവ് ചെയ്ത് വെച്ചതെന്നുള്ളത് കൂടി പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലല്ലായിരുന്നു റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്യേണ്ടത്. അതെനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഈ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബുക്സൊക്കെ പൊതിഞ്ഞിട്ട് ബാലൻസ് വന്നിട്ടുള്ള ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ അപ്പോൾ വേറെ കട്ട് ചെയ്തൊന്നും കൊടുക്കുന്നില്ല. ഇതുപോലെ കറക്റ്റ് നല്ല രീതിയിലൊന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം സെലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. സെലോ ടേപ്പിന് പകരം ഫെവിക്കോളോ അങ്ങനെ ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്യാം. പക്ഷെ പെട്ടെന്ന് എളുപ്പപ്പണിക്ക് ഈ ഒരു സെലോ ടേപ്പ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ ഞാൻ സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഈ ഒരു പേപ്പർ അധികമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം കുറച്ച് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാഷ് ഇടാനുള്ള കട്ടിങ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് ഈ ഒരു ഭാഗത്തല്ല വരേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്തായാലും ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എക്സസ് ആയിട്ടുള്ള പേപ്പർ കട്ട് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഒരു മണി സേവിങ് ബോക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഏതെങ്കിലും പേപ്പർ യൂസ് ചെയ്തിട്ട് ബോക്സ് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ ബെറ്റർ. നേരത്തെ ഞാൻ ഈ ഒരു ബോക്സിന് ക്യാഷ് ഇടാനായിട്ടൊരു ഹോള് കൊടുത്തിട്ടായിരുന്നു. അത് ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തല്ല വേണ്ടത്, ഈ ഒരു ഭാഗത്താണ് നമുക്ക് ആ ഒരു ക്യാഷ് ഇടാനുള്ള ഹോള് വേണ്ടത്. അപ്പോൾ വീണ്ടും ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു പെൻ നൈഫ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ എൻ്റെ കയ്യിൽ പെൻ നൈഫ് ഇല്ല കേട്ടോ, അത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ കത്തി ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഹോൾ കുറച്ച് വലുതായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. ലാസ്റ്റിൽ വേറൊരു ബോർഡറും കൂടിയും കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതുപോലൊരു A4 ഷീറ്റ് എടുത്തിട്ട് ഈ ഒരു ബോക്സിൻ്റെ സൈസിനേക്കാളും കുറഞ്ഞ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലാണ് 1,00,000 റുപ്പീസ് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതി കൊടുക്കുന്നത്. ഈ 11 റോസും 18 കോളംസാണ് ഞാൻ വരച്ചിട്ടുള്ളത്. എനിക്ക് എപ്പോഴും തെറ്റിപ്പോണൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു റോസും കോളംസും പറയുന്ന ടൈമിൽ. ഞാൻ റോസ് എന്ന് ഉദ്ദേശിച്ചത് നേരെയുള്ള സംഭവങ്ങളും കോളം എന്ന് ഉദ്ദേശിച്ചത് താഴത്തേക്ക് വരുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു കോളത്തിലും ലാസ്റ്റത്തെ ആ ഒരു കോളത്തിലും ഞാൻ 1,000 റുപ്പീസാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും 500 ആണ് എഴുതി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് കണക്ക് കൂട്ടുന്ന ടൈമിൽ 1,00,000 ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണക്കിലൊന്നും അത്ര വലിയ പ്രാഗൽഭ്യമുള്ള ആളൊന്നും അല്ല. പിന്നെ ആ ഒരു ഫീൽഡൊക്കെ വിട്ടിട്ട് കുറേ നാളായല്ലോ. ഇപ്പോൾ നമ്മുടെ പരിപാടി ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കണക്ക് കൂട്ടി കോളംസും റോസൊക്കെ വരച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതി കൊടുത്തിട്ടുണ്ട്. കുറേ നേരത്തെ പരിപാടിയായിരുന്നു കേട്ടോ കറക്റ്റ് അളവിൽ ഈ ഒരു വരകൾ ചെയ്തെടുക്കാനായിട്ട്. അതായിരുന്നു ഈ ഒരു ഇതിനകത്തെ ടാസ്ക്. ഈ ഒരു സംഭവം ചെയ്തപ്പോൾ ബാക്കിയെല്ലാം സിമ്പിളായിരുന്നു കേട്ടോ. ഈ ഒരു കോളം റോസും വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് എമൗണ്ട്സ് ഡിവൈഡ് ചെയ്യുക, ഇത് മാത്രമാണ് എനിക്കൊരു ടാസ്ക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായത്. ഇനി ലാസ്റ്റായിട്ട് ഒരു ചെറിയ റൈറ്റിംഗ് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. സ്മോൾ എമൗണ്ട്സ് ബിക്കം ബിഗ് സേവിങ്സ്. എന്നിട്ട് നമ്മുടെ റുപ്പീസ് 1,00,000 എന്നുകൂടി എഴുതി കൊടുക്കുന്നുണ്ട്.
ചെറുപ്പം തൊട്ടേ മണി ബോക്സ് ഉണ്ടാക്കി നോക്കുകയും അതിൽ പൈസ ഇട്ട് സൂക്ഷിക്കുകയും അത് പൊട്ടിച്ച് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു മണി സേവിങ് ബോക്സ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത്. ഓൺലൈനായിട്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും വാങ്ങിച്ചിട്ടൊന്നുമില്ല. സ്വന്തം ഉണ്ടാക്കി നോക്കണം എന്നൊരു ആഗ്രഹമായിരുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു എമൗണ്ട്സ് എഴുതിയിട്ടുള്ള പേപ്പർ ഈ ഒരു ബോക്സിലേക്ക് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു എമൗണ്ട്സിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഓരോ എമൗണ്ട്സും ഈ ഒരു ബോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആ എമൗണ്ട് ജസ്റ്റ് ഒന്ന് വെട്ടണം. അത് തന്നെയാണ് ഈ ഒരു മണി ബോക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. കാരണം എത്ര എമൗണ്ടാണ് നമ്മുടെ ബോക്സിലുള്ളത് എന്നുള്ളത് നമുക്ക് ഈ ഒരു ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ താഴെ വരുന്ന ഈ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് വാട്ടർ പ്രൂഫ് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ നമുക്ക് വേറൊന്നും വെട്ടാനോ ഒന്നുമില്ലല്ലോ. കണ്ടില്ലേ? ഇനി ഈ ഒരു മണി ബോക്സിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ജസ്റ്റ് മണി ബാങ്ക് എന്നുകൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് ഒന്നുമല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മണി ബോക്സ് എന്നുള്ളതിന് പകരം മണി ബാങ്ക് എന്ന് തന്നെയാണ് ഞാൻ എഴുതി കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് ₹1 lakh എന്ന് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു 2 സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ മോൻ്റെ കാര്യം പറയാൻ പറ്റുമൊന്നുമില്ല. ആൾ അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് കീറാൻ നോക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ ആ 2 സൈഡും കൂടി ഞാനൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സിൻ്റെ ക്യാഷ് ഇടുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ടിയുള്ളൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബ്ലാക്ക് കളറിലുള്ള പെർമനൻറ്റ് മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കളറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയുള്ള പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തത് നമ്മുടെ പോപ്പീസിൻ്റെ ആ ഒരു ഡ്രസ് ബോക്സിൽ നിന്നാട്ടോ. 4 സൈഡിലും കറക്റ്റ് അളവ് എടുത്തിട്ട് ഇതുപോലെ സെല്ലോ ടേപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ആ ഒരു കറക്റ്റ് സ്പേസിൽ ആ ഒരു ഷേപ്പ് സ്റ്റിക്ക് ചെയ്തപ്പോഴാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മണി ബാങ്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ബോക്സിൽ ഫസ്റ്റ് എമൗണ്ട് 1000, അതുപോലെ തന്നെ ലാസ്റ്റ് എമൗണ്ടും 1000 ആണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ എമൗണ്ടും 500 ആണ്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ കയ്യിൽ 500 വരുന്നത് അല്ലെങ്കിൽ 1000 വരുന്നത്, ആ ഒരു ടൈമിൽ മാത്രമാണ് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ജോലിയുള്ള എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അവർക്ക് മാസം ഇപ്പോൾ ഒരു ഫിക്സഡ് എമൗണ്ട് സാലറി ആയിട്ട് കിട്ടുന്നുണ്ടാവുമല്ലോ, അതിൽ നിന്നും ഒരു 1000 അല്ലെങ്കിൽ 5000 മാസം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മളൊരു ചിട്ടിയൊക്കെ കൂടുന്നൊരു എഫക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിട്ടി കൂടുന്നതിന് പകരം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ സിമ്പിളല്ലേ കാര്യങ്ങൾ. ഇനി കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് മാത്രം വെച്ചിട്ട് പാരൻസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഓൾറെഡി ഞങ്ങളൊരു 1500 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളുടെ വലിയൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് എന്താ എന്നുള്ളത് ഈ ഒരു ബോക്സ് ഫുള്ളായി ഞങ്ങൾ പൊട്ടിക്കുന്ന ടൈമിൽ പറയാം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലൊരു ഗിവ് അവേ വയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു ഫോർ വാച്ചിങ്.